ആളുകളെ കൊല്ലാൻ താൽപ്പര്യമില്ല, അതിനാൽ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപ്. തോണി മറിഞ്ഞാൽ പുറംഭാഗമാണ് നല്ലത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. എല്ലാ രൂപത്തിലും രീതിയിലും തങ്ങളെ ഇല്ലാതാക്കാനും ശക്തി ക്ഷയിപ്പിക്കാനും അമേരിക്കയും സൽബന്ധികളായിരിക്കുന്ന രാജ്യങ്ങളും ശ്രമിച്ചിട്ടും നടക്കാതിരുന്നപ്പോഴാണ് ഇറാനുമായിട്ട് ഇപ്പോൾ ആളുകളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് എന്നാണ് ഇറാൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണം. ഏറ്റവും കൂടുതൽ ക്രൂരമായിരിക്കുന്ന കൊലപാതകങ്ങൾ ഇറാൻ്റെ അകത്ത് അമേരിക്ക ചെയ്തിട്ടുണ്ട്. അതാണ് 168 കുട്ടികളെ, അവരുടെ ബിൽഡിംഗ് അടക്കം, പഠിപ്പിക്കുന്ന അധ്യാപകരടക്കം, അവർക്ക് സേവനം ചെയ്യുന്ന ജീവനക്കാരെ അടക്കം കൂട്ടക്കൊല ചെയ്തത്. മിനാബ് ദുരന്തം എന്ന ചരിത്രത്തിൽ ഇറാൻ അതിനെ അടയാളപ്പെടുത്തുകയും ചെയ്തു. ആ പ്രവൃത്തി ചെയ്ത ആ പിഞ്ചു 5 വയസ്സ് മുതൽ 12 വയസ്സിനിടയിലാണ് കൊല്ലപ്പെട്ട കുട്ടികളുടെ പ്രായ പരിധി എന്ന് പറയുന്നത്. പിന്നീട് പഠിപ്പിച്ച അധ്യാപകരടക്കമാണ്. അങ്ങനെ കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, നഗരത്തിലുടനീളം ചോര ഒഴുകുന്ന തരത്തിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്ത അമേരിക്ക ഇപ്പോൾ പറയുന്നു ആളുകളെ കൊല്ലാൻ താല്പര്യമില്ല എന്ന്. തങ്ങളുടെ ആത്മീയ നേതാവിനെയും സൈനിക കമാൻഡർമാരെയും ഗവൺമെൻറ് പ്രതിനിധികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയ രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. അപ്പോൾ അവരിപ്പോൾ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ലോകം ഊറിച്ചിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഈ കാര്യത്തെ ചെയ്യാനില്ല എന്നുള്ളൊരു പ്രതികരണം അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊണ്ട് പറഞ്ഞത്, തോണി മറിഞ്ഞാൽ പിന്നെ പുറംഭാഗമാണ് നല്ലത് എന്ന് സാധാരണഗതിയിൽ പഴമക്കാർ പറയാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ചുരുക്കം. ഇപ്പോൾ അമേരിക്കയുടെ എല്ലാ കാലത്തും, അതായത് 2ാം ലോക യുദ്ധത്തിന് ശേഷം അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സർവ്വലോക രാജ്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്കൊരു സർവാധിപത്യം ഉണ്ടാക്കുകയും അവർക്കെതിരെ തിരിയുന്ന സംവിധാനത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പല രാജ്യങ്ങളെയും അങ്ങനെ ഇല്ലാതാക്കിയതും ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെട്ടതും പുതിയ ഭരണ സംവിധാനത്തെ സൃഷ്ടിച്ചതും നമുക്കറിയാവുന്നതാണ്. പല വീഡിയോയിലും നമ്മളത് സംസാരിച്ചിരുന്നു. 2 തരത്തിൽ ഇടപെടൽ അമേരിക്ക നടത്താറുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ട്രംപും നടത്തി വരുന്നു എന്ന് ചുരുക്കം. അഥവാ ശക്തിയിലൂടെ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യവും തമ്മിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമുണ്ടെങ്കിൽ ഏതാണോ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള രാജ്യങ്ങളെ സംരക്ഷിക്കാൻ ശത്രുവായിരിക്കുന്ന രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രവൃത്തിയുണ്ട്. നിങ്ങൾ സമാധാനത്തിലേക്ക് തിരിച്ചു വരികയും കരാർ വ്യവസ്ഥ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, ഭരണ സംവിധാനമൊക്കെ അട്ടിമറിക്കപ്പെടും. രാജഭരണ സംവിധാനം നിലനിൽക്കുന്നിടത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തങ്ങൾ ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് മേഖലയിലുള്ള യുവ വിഭാഗത്തെ ഒന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അഥവാ വിമത പ്രക്ഷോഭം അല്ലെങ്കിൽ ഇടതുപക്ഷ ഈ പ്രക്ഷോഭം എന്നൊക്കെ പറയാം. വിദ്യാർത്ഥി പ്രക്ഷോഭം പല രാജ്യങ്ങളിലും അത് ജനകീയ പ്രക്ഷോഭമായി മാറി വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശ് നമ്മൾ കണ്ടിട്ടുണ്ട്, നേപ്പാളിൽ കണ്ടിട്ടുണ്ട്, സിറിയയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും ഈജിപ്തിൽ കണ്ടു. ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം പറഞ്ഞത് ജനകീയ പ്രക്ഷോഭമാണ്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ അഭയം നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാണുള്ളത്. അതിൻ്റെ കാര്യം എന്താ? അവിടെ സമാനമായിരിക്കും ജനകീയ പ്രക്ഷോഭമാണ്. ഇതിന് തങ്ങൾ നേതൃത്വം നൽകും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനം നൽകും എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യും? ഭരണാധികാരികൾ കീഴ്പ്പെടുന്ന രീതി കാണാൻ പറ്റും. ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നന്നായിട്ട് കളിക്കാൻ അറിയുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 5-6 രാജ്യങ്ങളുടെ എണ്ണീറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം ഞാൻ സമാധാനം കൊണ്ടുവരികയാണ്. അതാണ് എൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ. അത് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് സമാധാന ശ്രമവുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു, ഇറാനെ ആ തരത്തിലാണ് തങ്ങൾ ഇനി കാണുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുൻപ് താൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണക്കുറിപ്പ് കൂടി സോഷ്യൽ ട്രൂത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ സെർബിയയും കൊസോവയും തമ്മിലുണ്ടായിരിക്കുന്ന യുദ്ധം ഞങ്ങളാണ് അവസാനിപ്പിച്ചത്. എണ്ണി തുടങ്ങുകയാണ് മൂപ്പര്. ഇസ്രായേലും ഗസയുമായിട്ടുള്ള വിഷയം, സുഡാനും മൊറോക്കോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം, എത്യോപ്യയും ഈജിപ്തും തമ്മിലുള്ള വിഷയം,
താലിബാനും USA തമ്മിലുള്ള വിഷയം. അത് പറയുന്നത് വെച്ചാൽ താലിബാൻ്റെ ഭരണം താലിബാൻ ഭരണം പിടിച്ചെടുത്തു. അവിടെ 2500 സൈനികർ കുടുങ്ങിപ്പോയി. അതായത് അമേരിക്കൻ സൈനികർ. അവരവിടെ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദ ഭരണ സംവിധാനത്തിനുമായിട്ട് കരാറുണ്ടാക്കണം. അത് ഖത്തറിൻ്റെ നേതൃത്വത്തിലാണ് കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത്. ഞങ്ങൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അത് പറയുന്നതിൻ്റെ സാരാംശം. പിന്നീട് കോൺഗോ റുവാണ്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇടപെട്ട രാജ്യങ്ങൾ, ഇതിപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങളുടെ പേരും ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരമൊക്കെ തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം ഇത് അംഗീകരിച്ചിട്ടുണ്ടോ? അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഇടപെടലുകളും മറ്റൊരു രാജ്യങ്ങളെ, പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ കള്ളത്തരം പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്ന് സംശയമൊന്നുമില്ലല്ലോ. മറ്റൊരു രാജ്യത്തിൽ ഇടപെടിച്ചു കൊണ്ടുള്ള യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇന്ത്യ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ആ രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ അംഗീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പിന്നെ പുറത്ത് വന്നിട്ടില്ല. അതും സാധ്യതയില്ല എന്ന് ചില റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. എന്നാൽ അസീം മുനീറുമായിട്ട് അമേരിക്കയ്ക്ക് വലിയ ബന്ധമാണ്. അവിടുത്തെ സൈനിക കമാൻഡറുമായിട്ട് വലിയ ബന്ധമാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയുമായിട്ട് വലിയ ബന്ധമാണ്. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ അന്ന് തന്നെ പുറത്തു വന്നു. പക്ഷേ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. പിന്നെ ഈ സെർബിയയും കൊസോവോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൊസോവോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റിനെ തങ്ങളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അവരോട്ട് സംസാരിച്ചിട്ടുമില്ല. എല്ലാ രാജ്യവും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അങ്ങനെ ആ സമയത്ത് അമേരിക്കയിൽ പെട്ടുപോകുന്ന എത്യോപ്യ, ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തങ്ങളുടെ വിഷയത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഇടപെട്ടിട്ട്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ സമാധാന നേതാവായിട്ട് അദ്ദേഹം മാറുകയും അങ്ങനെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയുമാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അപേക്ഷ കൊടുത്തതാണ്. അപേക്ഷ ആദ്യഘട്ടത്തിൽ തള്ളപ്പെട്ട പോയ കൂട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അപേക്ഷ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് വലിയ രസകരമായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടണോ അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. എന്നാൽ ഉണ്ടാക്കിയ യുദ്ധങ്ങളൊക്കെ ട്രംപിൻ്റെ വകയാണ്. പിന്നെ ഇത് എവിടെയാണ് സമാധാനം ഉണ്ടാവുക? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതിൻ്റെ ഈ സമാധാന നോബൽ ഈ കമ്മിറ്റി നൽകുകയാണെങ്കിൽ പിന്നെ ആ കമ്മിറ്റി പിരിച്ചുവിട്ടാണ് നല്ലത്. അതുകൊണ്ട് പിന്നെ കാര്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത്രയേറെ കുരുതി നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയും അതിന് ഇസ്രായേലിനടക്കമുള്ള സംഘത്തിന് ആയുധങ്ങൾ നൽകുകയും നിത്യേന നൽകി വരികയും ചെയ്തിരിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയല്ല, യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ആ രാജ്യത്തെ കൂടി ചേർത്ത് കൊണ്ടാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടാൻ ഇത് മതിയായ കാരണമാണ് എന്നുള്ളത്. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്രമം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. പ്രധാനമായിരിക്കുന്ന കാര്യം പറഞ്ഞത് വെറും 6 മണിക്കൂർ കൊണ്ട് തങ്ങൾ അവസാനിപ്പിക്കുന്ന യുദ്ധമായിരിക്കും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞു. റഷ്യയുമായിട്ട് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ട്രംപ് അധികാരത്തിലേറി 2 ദിവസം കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞതാണ്. ട്രംപ് പറയുന്നു അങ്ങനത്തെ ഒരു സംസാരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. തങ്ങളിപ്പോൾ നിലനിൽക്കുന്ന തങ്ങളുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ്. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്തെങ്കിലും വിളിച്ച് പറയുന്നത് തങ്ങളോട്ട് അംഗീകരിക്കുകയില്ല. കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ ലൈനും രാഷ്ട്രീയ റൂട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ട് എന്നുള്ളതും അതിലൂടെ മാത്രമാണ് ഇപ്പോൾ പോകുന്നത് എന്നും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ ട്രംപ് കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെയും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്നില്ല. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇസ്രായേലിനെ സംരക്ഷിക്കാനും സാധിക്കുന്നില്ല. അമേരിക്കയുടെ സൈനിക ബേസിനെ അതിനെ സംരക്ഷിക്കാനും സാധിക്കാത്ത വിധം 2ാം ലോക യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇത്തരം പ്രാഥമികമായിരിക്കുന്ന വിഷയത്തിൽ പോലും കൃത്യതയോടുകൂടി ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ നിലവിൽ നിലനിൽക്കുകയാണ്.